ഒളിമ്പിക്സ് ഗോൾഫിൽ ഇന്ത്യയുടെ ദിക്ഷ ദാഗർ മെഡൽ നേടുമെന്ന പ്രതീക്ഷയിലാണ് താരത്തിന്റെ ഗ്രാമവാസികൾ. ദിക്ഷ മടങ്ങി വരുമ്പോൾ വമ്പൻ സ്വീകരണം ഒരുക്കുമെന്നും ഹരിയാനയിലെ ജജ്ജർ ഗ്രാമത്തിലുള്ളവർ പറയുന്നു. ബൽറാം നെടുങ്ങാടി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇത്തവണ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷകളിൽ ഒന്നാണ് ഗോൾഫ് താരം ദീക്ഷ ഡാഗർ. ദീക്ഷയുടെ ഗ്രാമമായ ഹരിയാനയിലെ ചെപ്പാറിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ ഗ്രാമവാസികളെല്ലാം തന്നെ ദീക്ഷയുടെ മെഡൽ നേട്ടത്തിനായി കാത്തിരിക്കുകയാണ്. നമുക്ക് അവരുമായി സംസാരിക്കാം. आपको कैसे लग रहा है दीक्षा ओलंपिक्स में फाइनल में पहुंच गए हो? फाइनल में पहुंच गया, हमारे को बड़ी खुशी हुई है और आगे गोल्ड मेडल लेके आए तो और भी खुशी होगी। और हम चाहते हैं, दुआ करते हैं, भगवान से भी प्रार्थना करते हैं कि गोल्ड मेडल लेके आए। अभी भी बहुत खुशी हुई हमें, पहले मेडल लेके आई है, अभी फिर दोबारा मेडल लेके आए, गांव का, स्टेट का और देश का नाम रोशन हो। आप सब मनाने के लिए तैयारी किया है? हाँ जी, जो पहले मेडल लिया है दीक्षा डागर ने, उससे साथी जो बच्चे हैं उसकी एज के, उन पर भी उनकी प्रतिभा बहुत असर पड़ा है और बहुत खेल में प्रतियोगिता में वो भाग लेने लगे हैं अभी बच्चे। और हम तो चाहते हैं कि ये मेडल लेके आए, देश का नाम ऊंचा हो और उसकी मतलब स्वागत के लिए तैयारी कर रखी है। और जैसे ही मेडल लेके गांव पहुंचेंगी हम उनका जोरदार करके स्वागत करेंगे। എന്തായാലും ദീക്ഷ ഇത്തവണ ഒരു സ്വർണ്ണ മെഡലായി തന്നെ വരണം എന്ന വലിയ ആഗ്രഹത്തിലും പ്രാർത്ഥനയിലുമാണ് ഈ ഗ്രാമം മുഴുവനുള്ളത്. ഗ്രാമത്തിൽ ദീക്ഷയുടെ പിതാവിൻ്റെ കൂട്ടുകാരും മറ്റുമാണ് ഈ മെഡൽ നേട്ടത്തിനായി കാത്തിരിക്കുന്നത്. അവരെല്ലാം തന്നെ ടി വിയിലാണ് ഈ മത്സരങ്ങൾ ഓരോന്നും തന്നെ കാണുന്നത്. ദീക്ഷ ഇത്തവണ മെഡലുമായി തിരിച്ചെത്തണമെന്നും അപ്പോൾ വലിയ ഒരു സ്വീകരണം ഇവിടെ വെച്ച് നൽകാനും തങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് അവർ പങ്കുവച്ചത്. ജിജീന്ദ്രനൊപ്പം ബൽറാം നെടുങ്ങാടി, 24.